Hello guys, welcome back to my channel Ryanism 2.0. So today we are going to be talking about the controversy surrounding the new Superman movie directed by James Gunn. James Gunn was brought in to reshape and rebuild the DCEU. James Gunn hire ചെയ്തതിനൊരു വലിയ റീസൺ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ DCEU ആണെങ്കിൽ ഭയങ്കര ഒരു ഇൻകൺസിസ്റ്റന്റും കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റിലുമായിരുന്നു. മാൻ ഓഫ് സ്റ്റീലും ബാറ്റ്മാൻ വി സൂപ്പർമാനും ജോസ് വീഡന്റെ ജസ്റ്റിസ് ലീഗും എല്ലാം മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു. ഫാൻസിനെ അത് ഒട്ടും സാറ്റിസ്ഫൈ ചെയ്തില്ല. പ്രത്യേകിച്ച് ജോസ് വീഡന്റെ ജസ്റ്റിസ് ലീഗ് ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു. പക്ഷെ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ക്രിറ്റിക്സിനെയും ഫാൻസിനെയും ഒന്നും ഇംപ്രസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടാണ് സാക്ക് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗ് വരുന്നത്, ഓൾസോ നോൺ ആസ് സ്നൈഡർ കട്ട്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. പക്ഷെ വാർണർ ബ്രദേഴ്സ് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് അഹെഡ് ആയിരുന്നു. അവർ പറഞ്ഞു, ഇനഫ് ഓഫ് ദിസ് ഡാർക്ക് റൂത്ത്ലെസ് യൂണിവേഴ്സ്, ലെറ്റ്സ് ബ്രിങ് ഇൻ എ ന്യൂ ഡയറക്ടറിന്. അങ്ങനെയാണ് ജെയിംസ് ഗൺ DC യൂണിവേഴ്സിലോട്ട് എത്തിയത്. ജെയിംസ് ഗൺ ആണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയും സൂയിസൈഡ് സ്ക്വാഡും ഒക്കെ ഹിറ്റാക്കിയത്. ഇവിടുത്തെ പ്രോബ്ലം എന്താ എന്നു വെച്ചാൽ, ഹെൻറി കാവലിന്റെ മാൻ ഓഫ് സ്റ്റീൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് ഹെൻറിയുടെ സൈഡ് എടുക്കുന്ന, അവനാണ് ബെസ്റ്റ് സൂപ്പർമാൻ, ഒരാൾക്കും അതിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സൈഡ്. പിന്നെയാണ് കോമിക് ബുക്ക് സൈഡ്. അവർക്കാണെങ്കിൽ ഈ ഹെൻറി കാവലിന്റെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് സൂപ്പർമാൻ അല്ല, ഇത് വേറെ ഒരു ഇതാണ്, ഇത്തിരിയും കൂടെ ഡാർക്കാണ്, സൂപ്പർമാൻ കൊല്ലത്തില്ല എന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു രണ്ടുപേരുടെ തമ്മിൽ. ജെയിംസ് ഗൺ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഹി ബോട്ട് ബാക്ക് ദ എംബോഡിമെന്റ് ഓഫ് ഹോപ്പ്. അവരാണെങ്കിൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർമാനെ നമുക്ക് തന്നു. അത് നമ്മൾക്ക് കോസ്റ്റ്യൂമിൽ തന്നെ കാണാൻ പറ്റും. ആ റെഡ് കേപ്പിന്റെ പുറകിലുള്ള യെല്ലോ എസ്സും പിന്നെ ആണെങ്കിൽ ബാഗി ആയിട്ടുള്ള ഒരു ക്ലോത്ത്സും ബ്രൈറ്റ് ബ്ലൂ ആയിരുന്നു. എന്നിട്ടാണെങ്കിൽ റെഡ് ട്രങ്ക്സും ഉണ്ടായിരുന്നു. സൂപ്പർമാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഭയങ്കര ഓവർ പവേർഡ് ആയിരുന്നു. പക്ഷെ ജെയിംസ് ഗൺ ചെയ്ത ഒറ്റ ഒരു മിസ്റ്റേക്കാണ്, സൂപ്പർമാന്റെ പവർ ഈ ഭയങ്കര ഓവർ പവേർഡ് ആണെന്നുള്ള ആ പ്രശ്നം കാരണം താക്കാൻ നോക്കി. പക്ഷെ ഇത്തിരി ഭയങ്കര ലെസ്സായി പോയി. ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു സൂപ്പർമാനാണ് നമുക്ക് കിട്ടിയത്. ഈ സ്നൈഡറിന്റെയും ഗണ്ണിന്റെയും ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, സ്നൈഡർ ട്രൈ ടു ഷോ ദ സൂപ്പർ ഇൻ സൂപ്പർമാൻ, ബട്ട് ജെയിംസ് ഗൺ ട്രൈ ടു ഷോ ദ മാൻ ഇൻ സൂപ്പർമാൻ. ഇതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. വേറെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഈ സ്നൈഡറിന്റെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് സൂപ്പർമാനായി അതുമായിട്ട് ഫെമിലിയർ ആവുമായിരുന്നു. പക്ഷെ ഈ ജെയിംസ് ഗണ്ണിന്റെ ആണെങ്കിൽ സെറ്റിൽഡ് ആണ്, ഹ്യൂമൻസിനകത്ത് സെറ്റിൽഡ് ആണ്, ലോയിസ് ലൈൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ എല്ലാവരുടെയും സേവ് ചെയ്യും. സ്ക്വിരൽ ആണെങ്കിലും ശരി, പട്ടിയാണെങ്കിലും ശരി, എന്നാണെങ്കിലും ശരി, അവരാണെങ്കിൽ അത് സേവ് ചെയ്യും. പക്ഷെ ഹെൻറി കാവലിന്റെ സൂപ്പർമാൻ ഓറ ഫാമിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ബാറ്റ്മാൻ വി സൂപ്പർമാനിലെ ഒരു സീക്വൻസ് ഉണ്ട്. ഇവരാണെങ്കിൽ ഒരു കോട്ടിലോട്ട് പോവും, കോട്ടിനകത്ത് ഒരു ബോംബ് പൊട്ടിത്തെറിഞ്ഞും എല്ലാവരും മരിച്ചു, സൂപ്പർമാൻ അവിടെ ചുമ്മാ ആയിരിക്കും. അതുപോലെ കുറേ സീക്വൻസ് ഉണ്ട് ഇങ്ങനെ ഓറ ഫാം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ജെയിംസ് ഗൺ സൂപ്പർമാൻ ഈസ് ഡിഫറെന്റ്. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഓർക്കും ഞാൻ ഡേവിഡ് കോൺസ്വെറ്റ് എന്ന് പറഞ്ഞ പുതിയ സൂപ്പർമാൻ്റെ ഫാനാണ്. പക്ഷെ അല്ല, ഞാൻ ശരിക്കും ഹെൻറി കാവലിന്റെ സൈഡാണ്. പക്ഷെ ഞാനാണെങ്കിൽ കോമിക് ബുക്ക് ഫാൻസിന്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ ജെയിംസ് ഗൺ സൂപ്പർമാൻ ഈസ് ഗുഡ്. ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് കോപ്പി ഫ്രം ദ കോമിക്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് കോപ്പി പേസ്റ്റിങ്ങും, ഒന്ന് നമ്മളാണെങ്കിൽ ഇതിനകത്തുനിന്ന് റെഫറൻസ് എടുത്തിട്ട് മൂവീസിലോട്ട് കൊടുക്കുന്നതും. ഇപ്പം ജെയിംസ് ഗൺ ചെയ്തത് കോമിക്കിൽ നിന്ന് എടുത്തിട്ട് അത് തിയേറ്ററിലോട്ടല്ല മൂവീസിലോട്ട് ഇട്ടു. പക്ഷെ സാക്ക് സ്നൈഡർ ചെയ്തത് കോമിക്കിൽ നിന്ന് റെഫറൻസ് എടുത്തു, അത് റീഡിഫൈൻ ചെയ്ത് പുതിയൊരു സ്റ്റോറി ആർക്ക് ഉണ്ടാക്കി. അതാണ് മെയിൻ ഡിഫറൻസ്. ദ ന്യൂ സൂപ്പർമാൻ വാസ് ബീറ്റബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഇൻസ്പയറബിൾ. എനിക്ക് സാക്ക് സ്നൈഡറിന്റെ സൂപ്പർമാനിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആക്ഷൻ സീക്വൻസ് ആണ്. അതിനകത്ത് 2013
13 പറ്റിയ എല്ലാ സിനിമാറ്റോഗ്രാഫിയും മറ്റേ സൂം ഇന്നും സൂം ഔട്ടും എല്ലാം അതിനകത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വേറെ ഒരു കാര്യമാണ് ജോണത്തൻ കെന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർമാൻ ആണെങ്കിൽ ക്രാഷ് ചെയ്തപ്പോൾ ഒരു ഫാമിലായിരുന്നു ലാൻഡ് ചെയ്ത്. അവിടെ നിന്ന് റേസ് ചെയ്തത് ജോണത്തൻ കെന്റും മാർത്തയുമായിരുന്നു. അപ്പൊ ഈ സാക്ക് സ്നൈഡറിന്റെ സൂപ്പർമാനിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുതിയ സൂപ്പർമാനകത്ത് ആകെ ഒറ്റൊരു മൊമെന്റേ ഉള്ളായിരുന്നു ജോണത്തൻ കെന്റുമായിട്ട്. അതത്രയും ഫാദർ സൺ ആ ഒരു വൈബ് വന്നില്ല. സൂപ്പർമാനെ ഇനിയും ഗോഡ് ലൈക്ക് ആയിട്ട് പ്രൊട്രേ ചെയ്തത് സാക്ക് സ്നൈഡർ ആണ്. പക്ഷെ ഇത്രയും കൂടെ ഹ്യൂമൻ ലൈക്ക് ആയിട്ട് പ്രൊട്രേ ചെയ്തത് ജെയിംസ് ഗൺ ആണ്. ഇത്രയും കൂടെ ഹോപ്പ് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷണൽ ഹീറോ ആയിട്ട് ജെയിംസ് ഗൺ ആ പ്രൊട്രേ ചെയ്തു. അപ്പം അക്കോർഡിംഗ് ടു ഡേവിഡ് കോൺസ്വെറ്റ് ഈ ട്രങ്ക്സിനെ കുറിച്ച് പറഞ്ഞത് ഇതാണ്: സൂപ്പർമാൻ വാണ്ട്സ് കിഡ്സ് ടു നോട്ട് ബി അഫ്രൈഡ് ഓഫ് ഹിം. ഹി ഈസ് ദിസ് ഇൻക്രെഡിബിളി പവർഫുൾ, could be considered scary, but he wants people to like him. So he dresses like a professional wrestler. He dresses in a way that makes people unafraid of him. That shows positivity. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അക്കോർഡിംഗ് ടു ദ മീഡിയ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ ആണ് ഏറ്റവും അടിപൊളി, കോമിക് അക്യുറേറ്റ്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാനും അവരുടെ സൈഡിൽ കൂടെ നോക്കി. അപ്പം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഞാൻ ഇത്രയും നല്ലപോലെ ഡേവിഡ് കോൺസ്വെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഭയങ്കര നെഗറ്റീവ് ആകുന്ന, ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഈ ഡേവിഡ് കോൺസ്വെറ്റിന്റെ ഫ്ലൈയിങ് സീക്വൻസ് എല്ലാം പൊട്ടായിരുന്നു. കമ്പയർഡ് ടു സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ്, അതിനകത്ത് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു രക്ഷയില്ലാത്ത ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് സീക്വൻസ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു സാക്ക് സ്നൈഡർ അല്ലാതെ ഒരാൾക്കും ആ ഫ്ലൈറ്റ് സീക്വൻസ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ട്രാക്ക്, സാക്ക് സ്നൈഡറിന്റെ വിഷ്വൽ മാജിക്സ്, ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഭയങ്കര മാഗ്നിഫിസന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് കിട്ടുന്നത്. ആർക്കൊക്കെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ ഇഷ്ടപ്പെട്ടു, ആർക്കൊക്കെ മാൻ ഓഫ് സ്റ്റീലിന്റെ സൂപ്പർമാൻ ഇഷ്ടപ്പെട്ടു, അതൊക്കെ താഴേക്ക് കമന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID 333 റയാനിസം ആണ്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നിടം വരെ റയാനിസം സൈനിങ് ഓഫ്. സൈഡില്ല, പക്ഷെ കോമിക് ബുക്ക് സൈഡിൽ നോക്കുമ്പോൾ ഞാൻ പറയാൻ വരുക. സൂപ്പർമാൻ വാണ്ട്സ് കിഡ്സ് ടു ബി നോട്ട് ടു ചെറിയല്ല, ഭയങ്കര വലിയ ഗ്യാപ്പ് എടുക്കായിരിക്കും.